എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി. ഞാൻ ഡബ്ബിംഗ് ലോകത്തേക്ക് വരുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. ലിസി, കോട്ടയം ശാന്ത, പാലാതങ്കം, ടി ആർ ഓമന, പിന്നീടാണ് ആനന്ദവല്ലി വരുന്നത്. പിന്നീട് ഞാൻ വന്നു, അമ്പിളി വന്നു, ശ്രീജ വന്നു. ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് ഞങ്ങൾ സംഘടന ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു 25-30 മെമ്പേഴ്സേ സംഘടനയിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വളർന്ന് 50ആയി, 100ആയി. ഇന്ന് 300-ലധികം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. ഇന്ന് ഞങ്ങളുടെ സംഘടനയുടെ പേര് ഫെഫ്ക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നാണ്. ആ 300ഓളം പേരിൽ നായിക ശബ്ദം കൊടുക്കുന്നവരിപ്പോഴും ഒരു 5-6 പേരൊക്കെ ഉള്ളൂ. പക്ഷേ ഈ 300 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും അറിയാം. കാരണം സംഘടന ശക്തമായതുകൊണ്ടും ജനറൽ ബോഡിയൊക്കെ നടക്കുന്നത് കൊണ്ടും. അപ്പം ഇന്നത്തെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നവർക്ക് അവർക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് ഡബ്ബിംഗ് എന്താണെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പണ്ട് ഞാൻ ചെറിയ ശബ്ദം കൊടുക്കുന്ന കാലത്ത് ലിസി, കോട്ടയശാന്തയൊക്കെ സൂപ്പർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരിക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി അവരുടെ അടുത്ത് പോയി നിന്ന് എങ്ങനെയാണ് ഇവരിങ്ങനെ കരയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ തോന്നുമ്പോൾ ചിരിക്കാൻ സാധിക്കുന്നത്, കരഞ്ഞുകൊണ്ട് ഡയലോഗ് പറയാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ അവർ നമ്മളെ പഠിപ്പിച്ച് തരില്ല, ഒരിക്കലും അവർ നമുക്ക് പറഞ്ഞു തരില്ല. അവർക്കൊരു എതിരാളി വരുന്നതായിട്ടേ അവർ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് എന്നോട് കുറച്ച് കൂടുതൽ ശത്രുത ഇവരെല്ലാവരും തന്നെ കാണിച്ചിരുന്നു കേട്ടോ ആ കാലത്ത്. പക്ഷെ അന്ന് ഞാൻ അത്രയധികം, അതായത് എനിക്ക് നേരെ വരുന്ന, ഇപ്പം എന്നോടൊരാൾ മോശമായിട്ട് സംസാരിച്ചാൽ അന്ന് ഞാൻ പ്രതികരിക്കും. അതായത് ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഒരു പുരുഷൻ എന്നോട് മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാനത് ശക്തമായി പ്രതികരിക്കും. പക്ഷേ ഈ ഡബ്ബിംഗ് തിയേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഫീമെയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ നമ്മളെ ഹരാസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെറുത്ത് നിൽക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരയേ ചെയ്യുള്ളായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഇവർക്ക് ഡബ്ബിംഗ് എങ്ങനെയാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഡബ്ബ് ചെയ്യുന്നതെന്ന് ഇടുന്നുണ്ട്. അത് കണ്ടു പഠിക്കാം. നമുക്ക് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ തന്നെ ഡബ്ബിംഗ് എന്താണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ഒരു 2005 എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഒരു ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഞാനിത് ആദ്യം ഷെയർ ചെയ്തത് മോഹൻലാലിനോടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ നായിക ശബ്ദം തിരനോട്ടം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമ, എൻ്റെ ആദ്യത്തെ നായിക സിനിമ, പ്രിയദർശൻ്റെ ആദ്യത്തെ തിരക്കഥ എഴുതിയ സിനിമ, സംവിധായകൻ അശോക് കുമാറിൻ്റെ ആദ്യം നിർമ്മിച്ച സിനിമ, ഇങ്ങനെ ഒരുപാട് പേരുടെ ആദ്യ സിനിമയായിരുന്നു അത്. ആ സിനിമ കഴിഞ്ഞ് ആ പടം റിലീസായില്ല, പിന്നെ ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ മോഹൻലാലിനെ കാണുന്നത് നോക്കത്താ ദൂരത്ത് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ മോഹൻലാലിനെ ഇങ്ങനെ, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ലാലാണ് എന്നോട് പറയണേ, എന്നെ മനസ്സിലായില്ലേ, നമ്മൾ തിരനോട്ടം. അപ്പോഴേക്കും മോഹൻലാൽ വളർന്നിരുന്നു. അപ്പം ഞാൻ ഈ 2005 ഞാൻ മോഹൻലാലിനോട് ഞാൻ പോയി പറഞ്ഞു, എനിക്കൊരു ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട്. അയ്യോ വളരെ സന്തോഷം, ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെന്ന് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അന്നിവിടെ കഴക്കൂട്ടത്ത് വിസ്മയ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അവിടുത്തെ ഡബ്ബിംഗ് തിയേറ്റർ യൂസ് ചെയ്യാം, ആ ഹാള് നിങ്ങൾക്ക് ക്ലാസ് റൂമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനൊരു ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. കുറേയധികം പേർക്ക് ഡബ്ബിംഗ് ട്രെയിനിങ് ഒക്കെ, അതെല്ലാം ഞാൻ സിനിമ ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഡബ്ബിംഗ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ നോക്കുമ്പോൾ കാലക്രമേണ കുറേയധികം സ്റ്റുഡിയോസ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു തുടങ്ങി. അവിടെയെല്ലാം സീരിയലുകളിൽ കൂടി ഡബ്ബിംഗ് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പം ഞാൻ പതുക്കെ എൻ്റെ ഡബ്ബിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ അത്രയധികം അതിൻ്റെ ആവശ്യമില്ല. കാരണം
എല്ലാ ഇൻഫർമേഷൻസും വിരൽ തുമ്പിൽ ആയി തുടങ്ങി. അപ്പം അതിനായിട്ട് നമ്മൾ ഇനി ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഈ വരും തലമുറയ്ക്ക് എന്ത് സന്ദേശം നൽകുമെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ വരും തലമുറയിൽ നിന്ന് ഞാനാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇന്നത്തെ തലമുറയിൽപ്പെട്ട സംവിധായകർ നമ്മളോട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നും. ഇത്രയൊക്കെ നമുക്കറിഞ്ഞുകൂടാത്ത ഇനിയും എടുത്താലും തീരാത്തത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള ഞാൻ അടുത്ത തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എങ്കിലും ചില ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ ഇതുപോലെ ചില ടിപ്സൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങളുടെ സംഘടനയിലേക്ക് വരുന്നവർക്ക് പൈസ തരാം, അംഗത്വം എടുക്കാം. അപ്പോൾ ഈ സുഗമോ ദേവി എന്ന് പറയുന്ന ഒരു സിനിമ ഡബ് ചെയ്യുന്ന സമയത്താണ് വേണു നാഗവള്ളി ചേട്ടൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പല ഡബ്ബിംഗ് ആർട്സുകൾക്കും അക്ഷരശുദ്ധി ഇല്ല ഭാഗ്യലക്ഷ്മി. എങ്ങനെയാണ് ഓരോ വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഭ എന്ന് പറയാൻ അറിയില്ല, ബ അല്ലെങ്കിൽ ഫ എന്ന് പറയുന്നവരാണ്. നിങ്ങൾ ഇനി മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഇതൊക്കെ നോക്കിയേ കൊടുക്കാവൂ. അങ്ങനെ ഞങ്ങൾ ഈ ഡബ്ബിംഗ് അസോസിയേഷൻ ആദ്യമായിട്ട് പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ ഓഡിഷൻ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ വിളിച്ചിരുത്തി പ്രൊനൗൺസിയേഷൻ, മോഡുലേഷൻ, ലിപ്പ് മൂവ്മെൻറ്റ്, ഈ 3 വെച്ചിട്ടാണ് അവരെ നമ്മൾ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്, നമ്മളെല്ലാവരും വിചാരിക്കുന്നു നമ്മൾ മനോഹരമായി നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്നു എന്ന്, മലയാളം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ അക്ഷരം വേണ്ട രീതിയിലല്ല ഉച്ചരിക്കുന്നത് എന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഓഡിഷൻ എന്ന് പറയുന്നത്. ഭ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഫ എന്ന് പറയും. നഖം എന്ന് പറയുന്നതിന് നഖം അല്ലെങ്കിൽ നഖം. മേഘം, ഗാനം. മേഘത്തിൻ്റെ ഘായും ഗാനത്തിൻ്റെ ഗായും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ 85 ഞാൻ തിരുവനന്തപുരത്ത് വിവാഹം കഴിഞ്ഞ് വരുന്നത്. ആ സമയത്ത് എനിക്കൊരു തമിഴ് ചൊവയുണ്ടായിരുന്നു എൻ്റെ ഡയലോഗിനൊക്കെ. ഞാനങ്ങനെ ശുദ്ധ മലയാളമൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നി എൻ്റെ മലയാളത്തിന് എവിടെയോ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നി. ചില സംവിധായകർ, ഇപ്പോൾ സേതുമാധവൻ സാറിൻ്റെ സിനിമ ചെയ്യുമ്പോൾ, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ പറയും ഇതെന്താ ഇങ്ങനെ, അതൊരു അക്ഷരശുദ്ധി ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ വീട്ടിൽ അവിടെ ചെന്നൈയിൽ തമിഴാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ മലയാളം പറയും, വീട്ടിൽ വരുമ്പോൾ തമിഴ് പറയും. അപ്പോൾ ഒരു തമിഴ് ചൊവ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 85 കേരളത്തിൽ സ്ഥിരതാമസം ആയതോടുകൂടി ഞാൻ വായനാശീലം തുടങ്ങി. ഒരുപാട് വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞാൻ നന്നായിട്ട് മലയാളം സംസാരിക്കാൻ പഠിച്ചു. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ പ്രൊഫസർ പന്മന രാമേന്ദ്രൻ സാറിനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ മലയാള ഉച്ചാരണം, അർത്ഥം, വ്യാകരണം, സന്ധി, സമാസം എല്ലാം പഠിപ്പിക്കുമായിരുന്നു. വളരെ വളരെ പ്രൊഫഷണലി ഞാനത് ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് എന്താ പറയുക, സന്തോഷം തോന്നിയ മോഹൻലാലൊക്കെ അവിടെ ക്ലാസ്സിലും, നടൻ മുരളി, സത്യനന്ദിക്കാട്, പിന്നെ തിലകൻ ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, ഇങ്ങനെ ഇവരെല്ലാവരും വന്ന് ക്ലാസ് എടുക്കും. അവരുടെയൊക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൽ നിന്ന് അവർ എന്ത് രീതിയിലുള്ള സംഭാഷണ രീതിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, എന്ത് സ്റ്റൈലാണ്, എങ്ങനെയാണ് അക്ഷരശുദ്ധി നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ ഈവൻ ENT ഡോക്ടറെ പോലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചിലർ ശശി എന്ന് പറയും, ശശി എന്ന് പറയില്ല, ഷ എന്നുള്ളത് ഷ എന്ന് പറയുവാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ശശി എന്ന് പറയാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഭാരതം എന്ന് പറയുന്നത്? ഇതെല്ലാം ഈ ENT അവിടെ വന്ന് കറക്റ്റ് ചെയ്യുമായിരുന്നു. അവരുടെ നാക്കിൻ്റെ പൊസിഷൻ, പല്ലിൻ്റെ പൊസിഷൻ, അതെങ്ങനെയായിരിക്കണം ഒരു
ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ബ്രീതിങ് എക്സസൈസ്, ഇതെല്ലാം അവിടെ വളരെ എന്താ പറയുക, വളരെ ഇൻഫർമേറ്റീവായിട്ട് വളരെ പ്രൊഫഷണലി ആണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന മലയാള സിനിമയ്ക്ക് അത്ര വലിയ അക്ഷരശുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നാണ് വിളിക്കുന്നത് ഇപ്പോഴത്തെ ആളുകൾ, അല്ലാതെ ഭാഗ്യലക്ഷ്മി ചേച്ചി എങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോൾ എന്താ നീ നഖം വെട്ടുകയാണോ എന്നാണ് ചോദിക്കണം, അല്ലാതെ അന്നത്തെ മാതിരി നീ നഖം വെട്ടുകയാണോ എന്നൊക്കെ അങ്ങനെയൊന്നും. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതൊക്കെയാണ് ഞാൻ കാണുന്ന ഒരു നല്ലതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഞാൻ പഴയ തലമുറയായതുകൊണ്ടായിരിക്കാം. ഞാൻ ഏകദേശം ഇപ്പോൾ ഈ പുസ്തകം, ഇപ്പോൾ രണ്ടാമത്തെ ശബ്ദരേഖ എന്ന് പറയുന്ന പുസ്തകത്തിന് വേണ്ടി ഞാൻ ചെയ്ത സിനിമകൾ തപ്പിയെടുക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി. യൂട്യൂബിലൊക്കെ പോയിട്ടാണ് ഇതെല്ലാം ഓരോ സിനിമ കണ്ട്, ഇതെൻ്റെ ശബ്ദമാണ്, ഇത് മറ്റവരുടെ ശബ്ദമാണ്, ഇത് അവരുടെ ശബ്ദം, ഇങ്ങനെ ഓരോന്നും എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി 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 ഇപ്പം ഏകദേശം 3000-ഓളം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെല്ലാം കൂടി ചേർത്താണ് ഈ പുസ്തകം എഴുതുക. ഇതിൽ നിന്ന് ഒരു മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച കഥാപാത്രം, മികച്ച അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പം നോക്കത്താ ദൂരം മുതൽ എത്ര സിനിമ, തലയണ മന്ത്രം, മഴവിൽ കാവടി, കിലുക്കം, മണിച്ചിത്രത്താഴ്, ഇങ്ങനെ എത്ര 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 സിനിമ, സോൾട്ട് ആൻഡ് പെപ്പർ, എല്ലാം എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. പിന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ട ഒരു നടി എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. ഞാനത് പറയുകയില്ല. കാരണം ഞാൻ നടിമാർക്കല്ല ശബ്ദം കൊടുത്തത്, ഞാൻ കഥാപാത്രങ്ങൾക്കാണ് ശബ്ദം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സിനിമ പറയാൻ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് നല്ല സിനിമകൾ, ഒരുപാട് ഒരു പരിധിവരെ എൻ്റെ ഉള്ളിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ പോലും പല കഥാപാത്രങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ, ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലെ ആ കഥാപാത്രം, ഒരു പെണ്ണ് എങ്ങനെയാണ് ഒറ്റയ്ക്കാകുമ്പോൾ അവളുടെ നിലനിൽപ്പിന് വേണ്ടി അവൾ വീണ്ടും ജോലി ചെയ്യാൻ തയ്യാറാവുന്നു, അല്ലേ? അവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ, അതൊക്കെ ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സെപ്പറേഷന് മുമ്പ് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ കുറേ കൂടി ശക്തയാകണം, അല്ലേ എന്നൊരു പാഠം പലർക്കും കൊടുക്കുന്ന ഒരു സിനിമയാണ്. എങ്ങനെ ഒരു കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ചൊരു സിനിമയാണ് തലയണ മന്ത്രം. അത് എൻ്റെ സിനിമയാണ്. വളരെ നിഷ്കളങ്കമായി തമിഴും മലയാളവും ഒക്കെ ചേർത്ത് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു മഴവിൽ കാവടി, അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ എത്ര 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 സിനിമകൾ, എത്ര കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ മികച്ച കഥാപാത്രം അല്ലെങ്കിൽ മികച്ച സിനിമ അത് എനിക്ക് പറയാൻ പറ്റില്ല. മികച്ച നടി എന്നൊന്ന് ഞാൻ പരിഗണിക്കുന്നേയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ അന്യഭാഷാ നടിമാർ എന്ന് പറയുന്നത് മലയാള നടിമാരുടെ അത്രയും ഇല്ല. അന്യഭാഷാ നടിമാർ വളരെ, എനിക്ക് ബുദ്ധിമുട്ടുമാണത്. അന്യഭാഷാ നടിമാർക്ക് ഡബ് ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു മലയാളം അവർക്ക് എങ്ങനെ ഉച്ചരിക്കണം എന്നറിയില്ല എന്നുള്ളത് നമുക്ക് പിന്നെയും ക്ഷമിക്കാം. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ലിപ്പ് മൂവ്മെൻ്റ് എന്ന് പോലും അറിഞ്ഞുകൂടാതെയാണ് പലപ്പോഴും അന്യഭാഷാ നടിമാർ അഭിനയിക്കുന്നത്. അത് ഡബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അവർക്ക് എഴുതി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് എന്നാണ് ഒരു ഡയലോഗെങ്കിൽ, ഞാൻ NJAN, ഞാൻ പറഞ്ഞത് PARANTHU ആണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞതു എന്നിങ്ങനെ പറയും. നമ്മളെങ്ങനെയാണത് മലയാളത്തിൽ പറയുന്നത്? ഞാൻ പറഞ്ഞത്
പറഞ്ഞതു ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പലപ്പോഴും നമുക്കപ്പോൾ ചില അന്യഭാഷാ നടിമാർ നമുക്കൊരു വെല്ലുവിളിയും കൂടിയാണ്. അതായത് ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അവരെ പോലെ തന്നെ മനോഹരമായി ഡയലോഗ് മോഡുലേഷൻ കൊടുക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുപോലെ അമലയ്ക്ക് സ്വന്തം സൂര്യപുത്രി ഉള്ളടക്കം ഡബ് ചെയ്യുന്ന സമയത്ത് അവരൊരു അന്യഭാഷ നടിയാന്ന് നമുക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നല്ല നടി ആർട്ടിസ്റ്റ് ആവുന്നത് കൊണ്ടാണ്. ഏറ്റവും നല്ല നടിയാണെങ്കിൽ അല്ലെങ്കിൽ നടനാണെങ്കിൽ അവർ ലാംഗ്വേജ് എങ്ങനെ നമ്മൾ ചുണ്ടനക്കണം എന്ന് പോലും പഠിച്ചിട്ടേ അവർ പറയുള്ളൂ. അതല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോകും. അപ്പം നമ്മൾ ഡബ്ബിങ് തിയേറ്ററിൽ കിടന്ന് വെള്ളം കുടിക്കും. ഇന്ന് മലയാള സിനിമ ഒരു ഫാക്ടറിയാണ്. സിനിമയുണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ്. അവിടെ ആർക്കും ആരോടും സ്നേഹം, ആത്മാർത്ഥത അല്ലെങ്കിൽ ഇമോഷൻസ് അതിനൊന്നും വലിയ സ്ഥാനമില്ല എന്ന് അവർ തന്നെ പറയാറുണ്ട്. എന്തിനാണ് അതെന്താ ഇത്, ഞാൻ പക്ക പ്രൊഫഷണലി ഞാൻ ഇതിനെ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കാം 2026 ആയപ്പോഴേക്കും നമ്മളുടെ ലോകം, മനുഷ്യരുടെ മനസ്സ് എല്ലാം, നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൽ പോലും പണ്ട് ഒരുപാട് മക്കളുണ്ടായിരുന്നു, ഇപ്പം ഒരു കുട്ടി മതി, ഇപ്പോൾ കുട്ടികളെ വേണ്ട, വിവാഹമേ കഴിക്കണ്ട എന്നൊക്കെ ആ ഒരു ഇമോഷൻസ് കുറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയിലും അതെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും ഒരു ബോണ്ടിങ് ഇപ്പോൾ ഇല്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് 80 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കി. അതായത് മദ്രാസിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രെയിന് നമ്പർ 20 മദ്രാസ് മെയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നമ്പർ 19 ട്രിവാൻഡ്രം മെയിലാണ്. അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി 80 കാലഘട്ടം വരെ, അതായത് 1960, 70, 80, ഞാൻ 85 പോകുന്നല്ലോ, ആ 85 കാലഘട്ടം വരെ ഞാൻ മദ്രാസിൽ കണ്ട് പരിചയപ്പെട്ട, എന്നെ തൊഴിൽ പഠിപ്പിച്ച, എനിക്ക് സൗഹൃദമുണ്ടായിരുന്ന അവരെല്ലാവരെയും ചേർത്തുകൊണ്ട് 80 മദ്രാസ് മെയിൽ എന്നൊരു ഗ്രൂപ്പ് തുടങ്ങി. എല്ലാ വർഷവും ഞങ്ങൾ ഒത്തുകൂടും. ഈ അന്ന് മദ്രാസിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ഏകദേശം 170ഓളം പേരിന്ന് ഞങ്ങളുടെ എല്ലാവരും ഉണ്ട്. സംവിധായകർ, ഈ പറയുന്ന ക്യാമറ, എഡിറ്റർ, പ്രൊഡ്യൂസേഴ്സ്, ആർട്ടിസ്റ്റ്, പാട്ട് പാടുന്നവർ, ഡബിങ് ആർട്ടിസ്റ്റുകൾ, കൊറിയോഗ്രാഫേഴ്സ്, മേക്കപ്പ്, ഇങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ളവരും ചേർന്ന് ഒരു 170ഓളം പേരുണ്ട്. കൊല്ലത്തിലൊരിക്കൽ ആ പഴയ സൗഹൃദം, അല്ലാതെ എനിക്ക് സൗഹൃദമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ മദ്രാസിൽ ജീവിച്ച ഒരു കാലമുണ്ടല്ലോ, എന്നെ ഞാനാക്കിയ മദ്രാസ്, എന്നെ ഞാനാക്കിയ സിനിമ, എന്നെ ഞാനാക്കിയ സഹപ്രവർത്തകർ, അവരെ എല്ലാവരെയും വീണ്ടും വീണ്ടും, അവരൊക്കെ എവിടെയാണെന്നറിയില്ല, ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, അവരൊക്കെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 80 മദ്രാസ് മെയിൽ ഞാൻ രൂപീകരിച്ചത്. അതിപ്പോൾ ഇപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ച് കൂടി. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഞങ്ങൾ തമാശകൾ പറഞ്ഞ്, പഴയ ഓർമ്മകൾ പങ്കുവെച്ച്. ഈ പ്രാവശ്യം മോഹൻലാലായിരുന്നു ഞങ്ങളുടെ മുഖ്യാതിഥി. ഹരിഹരൻ സാറ്, ജോഷി സാറ്, ഡയറക്ടർ കമൽ സാറ്, സിബി മലയിൽ സാറ്, ചന്ദ്രകുമാർ സാറ്, ഇങ്ങനെ നിരവധി സംവിധായകർ വരാറുണ്ട്. എല്ലാ വർഷവും ഇവരെല്ലാവരും വരാറുണ്ട്. ഡയറക്ടർ ഭദ്രൻ, ഇപ്രാവശ്യം നമ്മുടെ ഡയറക്ടർ ജയരാജ് വന്നിരുന്നു. സിനിമാറ്റോഗ്രാഫേഴ്സ്, ക്യാമറാമാന്മാർ ഒരുപാട് പേര്, മദ്രാസ്, ഹൈദരാബാദിൽ നിന്നൊക്കെ അവർ വരുന്നു. പലരും പഴയ നടിമാർ പലരും, സൂര്യ, റോജാറമണി, ഭവാനി, വിധുബാല, ശ്രീലത നമ്പൂതിരി, ഞാനും മേനകയും കൂടിയാണ് ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ആ മദ്രാസ് ഓർമ്മകൾ ഞാൻ എൻ്റെ ജീവിതം മരിക്കുന്നത് വരെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ ഉണ്ടാക്കിയത്.
മലയാള സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ വളരെ കുറവാണ്. എല്ലാവരും ഓൺ വോയിസായി, സിങ് സൗണ്ടായി, ലൈവ് സൗണ്ടായി, ഷൂട്ടിംഗ് സമയത്ത് എടുക്കുന്ന ശബ്ദവും ഒപ്പം തന്നെ അവരവർ തന്നെ ശബ്ദം കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നപ്പോൾ പുതിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. പക്ഷേ പണ്ട് ഞാൻ പറയുമായിരുന്നു ഇനി ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ഇല്ലാതെയാകും മലയാള സിനിമയിൽ നിന്ന്. ഇപ്പോൾ വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട്. ടെലിവിഷൻ സീരിയൽ നമുക്ക് മാറ്റി നിർത്താം. കാരണം ടെലിവിഷൻ സീരിയൽ ഒരിക്കലും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് ഡബ്ബിംഗ് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു തൊഴിലല്ല. അതിങ്ങനെ നമ്മൾ ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റ് അടിച്ചിറക്കുന്ന മാതിരി ചറവറന്ന് ഒരു ദിവസം എത്ര എപ്പിസോഡ് എടുക്കും എന്നതാണ് അവരുടെ മത്സരം. അതെത്ര ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ടെലിവിഷൻ സീരിയലുകൾ ബോധേഡല്ല. പക്ഷേ വെബ് സീരീസ് അങ്ങനെയല്ല. സിനിമയേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള വെബ് സീരീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു തലമുറ സിനിമ തന്നെ കാണാതെ വെബ് സീരീസ് മാത്രം കാണുന്നൊരു തലമുറയുണ്ട്. അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ട് പറയുമായിരുന്നു ഇപ്പോൾ ഡോക്യുമെൻ്ററി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ലെങ്കിലും ഈ വെബ് സീരീസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് ഡബ്ബിംഗ് ലോകത്തേക്ക് വരുന്നവർക്ക് ഇനിയും അവസരങ്ങൾ, ഈ ചെറിയ മാധ്യമം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ മാധ്യമമാണ് ഈ ടെലിവിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം. അത് വലിയൊരു ലോകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ജോലി ഇല്ലാതെയാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ജീവിത കഥ കേട്ടു. ഇത് വളരെ കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഒരുപാടുണ്ട്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇങ്ങനെ നീണ്ടു പോകും. അത്രയും വിശദമായി പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതകഥ നിങ്ങളോട് പറഞ്ഞത്. വളരെയധികം സന്തോഷം ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്.